ഇന്ന് മുതൽ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതുമായ ഭാഗങ്ങളാണ് നോക്കി പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മധ്യകാല ഇന്ത്യയിലെ തറൈൻ യുദ്ധങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. അപ്പോൾ തറൈൻ യുദ്ധം നടന്നത് പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിലാണ്. ഒന്നാം തറൈൻ യുദ്ധം നടക്കുന്നത് 1191 വിജയിക്കുന്നത് പൃഥ്വിരാജ് ചൗഹാനാണ് കേട്ടോ. രണ്ടാം തറൈൻ യുദ്ധം 1192 ഇവിടെ വിജയിക്കുന്നത് മുഹമ്മദ് ഗോറിയുമാണ്. അപ്പൊ ഇന്ത്യയിൽ ഒരു മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് കാരണമായി തീർന്ന യുദ്ധങ്ങളാണ് തറൈൻ യുദ്ധങ്ങൾ. റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഇന്ത്യയിൽ ഒരു മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് കാരണമായി തീർന്ന യുദ്ധങ്ങളാണ് തറൈൻ യുദ്ധങ്ങൾ. തറൈൻ യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചാൽ അറിയാലോ. മുഹമ്മദ് ഗോറിയും ഡൽഹി ഭരണാധികാരിയായ പൃഥ്വിരാജ് ചൗഹാനും തമ്മിലായിരുന്നു. അപ്പോൾ ഡൽഹി ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവ് ആരാണ്? പൃഥ്വിരാജ് ചൗഹാൻ. അങ്ങനെയാണെങ്കിൽ വടക്കേ ഇന്ത്യ ഭരിച്ച അവസാനത്തെ ഹിന്ദു ചക്രവർത്തി ആണെങ്കിലോ അത് ഹർഷവർദ്ധനാണ്. ഇനി നമുക്ക് ഡൽഹി സുൽത്താനറ്റിലെ പ്രധാനപ്പെട്ട രാജവംശങ്ങളും സ്ഥാപകരും അത് പഠിച്ചേ പറ്റൂ. അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടവും. അപ്പൊ ആദ്യത്തെ രാജവംശമാണ് അടിമ വംശം. സ്ഥാപിക്കുന്നത് കുത്ബുദ്ദീൻ ഐബക്ക്. കാലഘട്ടമാണെങ്കിലോ 1206 മുതൽ 1290 വരെ. അപ്പൊ അടിമവംശം കുത്ബുദ്ദീൻ ഐബക്ക് 1206 മുതൽ 1290 വരെ. അടുത്തത് ഖിൽജി വംശമാണ്. സ്ഥാപിച്ചത് ജലാലുദ്ദീൻ ഖിൽജിയാണ്. 1290 മുതൽ 1320 വരെ. അടുത്തത് തുഗ്ലക് വംശമാണ്. ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. 1320 മുതൽ 1414 വരെ. അത് കഴിഞ്ഞ് വരുന്നതോ സയ്യിദ് വംശം. കിസർഖാൻ സയ്യിദാണ് സ്ഥാപകൻ. 1414 മുതൽ 1451 വരെയാണ് കാലഘട്ടം. അടുത്തത് ലോധി വംശമാണ്. ബഹുലുൽ ലോധിയാണ് സ്ഥാപിക്കുന്നത്. 1451 മുതൽ 1526 വരെയാണ് കാലഘട്ടം. അതുപോലെ അറിയേണ്ടതാണ് കുത്തബ് മിനാർ. കുത്തബ് മിനാറിന്റെ പണി ആരംഭിക്കുന്നത് കുത്ബുദ്ദീൻ ഐബക്കാണ്. എന്നാൽ അത് പൂർത്തിയാക്കുന്നത് ആരാണ്? ഇൽത്തുമിഷാണ്. കുത്തബ് മിനാർ പണി കഴിപ്പിച്ചത് ആരുടെ ഓർമ്മയ്ക്കായാണ്? സൂഫി സന്യാസിയായ ഖ്വാജ കുത്ബുദ്ദീൻ ബക്തിയാർ കാക്കിയുടെ ഓർമ്മയ്ക്കായാണ്. നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം കേട്ടോ. കുത്തബ് മിനാറിന്റെ ഉയരം കറക്റ്റ് വരുന്നത് 237.8 അടിയാണ് ഉയരം വരുന്നത്. കുത്തബ് മിനാറിന്റെ സവിശേഷത ഉയരമുള്ള ഗോപുരവും ഗോപുരത്തിൽ നിന്നും തള്ളി നിൽക്കുന്ന ബാൽക്കണികളുമാണ്. ഇതിന്റെ പ്രവേശന കവാടമാണ് അലൈ ദർവാസ. ഈ അലൈ ദർവാസ നിർമ്മിച്ചത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അപ്പൊ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. വീഡിയോ ഒരുപാട് ലെന്ത് ആയി പോകണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഒറ്റ പ്രാവശ്യം വായിച്ചു പോകുന്നത്. അപ്പൊ ക്ലാസ് ഇഷ്ടമാവുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള എക്സാം ബേസ്ഡ് ഫാക്ട്